എൻഡോമെട്രിയോസിസിൻ്റെ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന സിംറ്റംസ്, അതായത് ആൾക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, മെയിനായിട്ട് പറയുന്നത് നമ്മുടെ മെൻസസിൻ്റെ സമയത്ത് മോസ്റ്റ് ഓഫ് ദ ഈ എൻഡോമെട്രിയോസിസ് സിംറ്റംസും ഓൾവേസ് മെൻസസിനോട് അനുബന്ധിച്ചിട്ടാണ്. അതായത് മെൻസസിൻ്റെ സമയത്ത് കൂടുതൽ വേദന ഉണ്ടാവുക, അങ്ങനത്തെ കാരണങ്ങളൊക്കെ ഒരു ഭൂരിഭാഗം സമയത്തും എൻഡോമെട്രിയോസിസ് കാരണമാണ്. ഈ വേദനയുള്ളതാണ് ഫസ്റ്റ് സിംറ്റം. രണ്ടാമത്തെ സിംറ്റം എന്ന് പറയുന്നത് ഈ എൻഡോമെട്രിയോസിസ് കാരണം ചിലപ്പോൾ അണ്ടാശയത്തിൻ്റെ മുകളിലായിരിക്കും എൻഡോമെട്രിയോസിസ് ഉണ്ടാവുക. അപ്പോൾ അണ്ടാശയത്തിൽ സിസ്റ്റുകൾ ഉണ്ടാവാം. അപ്പോൾ ഈ സിസ്റ്റുകൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ സാധാരണ രീതിയിൽ ഉണ്ടാവാം. മൂന്നാമത്തെ കാര്യം, ഈ എൻഡോമെട്രിയോസിസ് ഈ കുടലിന് ചുറ്റുവട്ടത്തും അല്ലെങ്കിൽ ഗർഭാത്തിന് ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ ബ്ലീഡിങ് ഉണ്ടായി അവിടെയൊക്കെ ഒട്ടിപ്പിടുത്തങ്ങൾ ഉണ്ടാവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അവിടെ ഒട്ടിപ്പിടുത്തങ്ങൾ ഉണ്ടാകുമ്പോൾ യൂട്രസും ട്യൂബും അണ്ടാശയും ഒക്കെ ഒട്ടിയിരിക്കാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ഇതെല്ലാം ഒട്ടിരിക്കുമ്പോൾ വന്ധ്യതയൊക്കെ ഉള്ളൊരു പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അതായത് അവർക്ക് ഇൻഫെർട്ടിലിറ്റി ഒരു വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ്. പിന്നെ വരുന്നത് ഈ അണ്ടാശയം അല്ലെങ്കിൽ ഈ അണ്ടാശയത്തിൽ ഉണ്ടാകുന്ന മുഴ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്, അല്ലെങ്കിൽ ഈ അണ്ടാശയത്തിലെ മുഴയുടെ ഇതൊരു ക്യാൻസറിലോട്ട് മാറുന്നത്, അതിൻ്റെ പോസിബിലിറ്റീസ് ഒക്കെ എക്സ്ട്രീംലി റെയർ ആണ്. പക്ഷെ അതെല്ലാം ഒരു പോസിബിലിറ്റിയാണ് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ എൻഡോമെട്രിയോസിസ് ഉള്ള ആൾക്കാർ എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഒരു സിംറ്റംസ് നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മളത് നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അത് ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് ഈ സാഹചര്യത്തിൽ അതിനൊരു ചികിത്സ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കണം.